DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 21 ശനി. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് ചൂട് കൂടുമെന്ന അറിയിപ്പ് എത്തിയിരിക്കുകയാണ്. 11 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. ഇന്നും നാളെയും കൊല്ലം, കോട്ടയം, പാലക്കാട് ജില്ലകളിൽ താപനില 37 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഉയരാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉയർന്ന താപനിലയും ഈർപ്പവുമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ ഇന്നും നാളെയും ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ്. അടുത്ത അറിയിപ്പ്, വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിട്ടുള്ള മാർഗങ്ങൾ പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാം. വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ മാത്രമേ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ സാധിക്കൂ. വോട്ടർ ഹെൽപ്പ് ലൈൻ നമ്പറായ 1950 വിളിക്കുക. SD കോഡ് ചേർത്ത് വേണം വിളിക്കാൻ. തുടർന്ന് വോട്ടർ ID കാർഡ് നമ്പർ നൽകിയാൽ വോട്ടർ പട്ടികയിലെ വിവരങ്ങൾ ലഭിക്കും. വോട്ടർ ഹെൽപ്പ് ലൈൻ നമ്പറായ 1950 എന്ന നമ്പറിലേക്ക് SMS അയക്കാം. ECI എന്ന് ടൈപ്പ് ചെയ്ത് സ്പേസ് ഇട്ട ശേഷം ഇലക്ഷൻ ID കാർഡിലെ അക്കങ്ങൾ ടൈപ്പ് ചെയ്ത് 1950 എന്ന നമ്പറിലേക്ക് അയക്കുക. വോട്ടർ പട്ടികയിലെ വിവരങ്ങൾ മറുപടി SMS ആയി ലഭിക്കും. അതോടൊപ്പം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റായ eci.gov.in പ്രവേശിച്ച് ഇലക്ട്രൽ സെർച്ച് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇലക്ഷൻ ID കാർഡ് നമ്പർ നൽകി സംസ്ഥാനം നൽകി കഴിഞ്ഞാൽ വോട്ടർ പട്ടികയിലെ വിവരങ്ങളെല്ലാം ലഭിക്കുന്നതാണ്. അടുത്ത അറിയിപ്പ്, പരിഭ്രാന്തിയോടെയുള്ള ഗാർഹിക LPG ബുക്കിംഗ് കുറഞ്ഞതായി കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുകയാണ്. ഈ മാസം 13-ന് 89 ലക്ഷമായിരുന്ന ബുക്കിംഗ് 18-ന് 57 ലക്ഷവും 19-ന് 55 ലക്ഷവുമായി കുറഞ്ഞു. യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപുള്ള പ്രതിദിന ബുക്കിംഗ് ശരാശരി 50 മുതൽ 55 ലക്ഷമായിരുന്നു. അതേസമയം ബുക്കിംഗുമായി ബന്ധപ്പെട്ട പരാതികൾ വ്യാപകമാണ്. എന്നാൽ വാണിജ്യ സിലിണ്ടറുകൾക്കുള്ള പ്രതിസന്ധി തുടരുകയാണ്. ഹോട്ടലുകൾക്ക് ആവശ്യമുള്ളതിൻ്റെ 20% സിലിണ്ടറുകൾ 2 ദിവസത്തിനകം വിതരണം ചെയ്യുമെന്ന് കമ്പനികൾ കഴിഞ്ഞയാഴ്ച ഉറപ്പ് നൽകിയെങ്കിലും നടപടി വൈകുകയാണ്. വാണിജ്യ സിലിണ്ടർ ക്ഷാമം ഹോട്ടൽ, കേറ്ററിംഗ് മേഖലയുടെ പ്രവർത്തനത്തെ ബാധിച്ചതോടെ പഴം, പച്ചക്കറി, ഇറച്ചി തുടങ്ങിയ വിപണികളും പ്രതിസന്ധിയിലാണ്. അടുത്തറിയിപ്പ്, LPG സിലിണ്ടർ ക്ഷാമം നിലനിൽക്കെ കേരളത്തിനുള്ള റേഷൻ മണ്ണെണ്ണയുടെ വിഹിതം കേന്ദ്രം കുറച്ചിരിക്കുകയാണ്. പുതിയ സാമ്പത്തിക വർഷത്തിൽ ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള ആദ്യ ക്വാർട്ടറിലെ വിഹിതം 4068 കിലോ ലിറ്ററായി നിശ്ചയിച്ചു. കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് അയച്ച കത്തിലാണ് ഇക്കാര്യം വ്യക്തമായത്. നിലവിലെ സാമ്പത്തിക വർഷത്തിൽ ഓരോ ക്വാർട്ടറിലും 5676 കിലോ ലിറ്റർ ആയിരുന്നു കേരളത്തിനുള്ള വിഹിതം. LPG വിതരണത്തിൽ പ്രതിസന്ധി നിലനിൽക്കുന്നതിനാൽ മാർച്ചിൽ 1716 കിലോ ലിറ്റർ പ്രത്യേക വിഹിതം കേരളത്തിന് അനുവദിച്ചിരുന്നു. ഇത് കാരണമാണോ പുതിയ സാമ്പത്തിക വർഷം വിഹിതം കുറച്ചതെന്ന് വ്യക്തമല്ല. അടുത്തറിയിപ്പ്, രാജ്യത്ത് പുതിയ പാൻ കാർഡിന് അപേക്ഷിക്കുന്നവർക്കായി ഏപ്രിൽ 1 മുതൽ കൂടുതൽ കർശനമായ നിയമങ്ങൾ നിലവിൽ വരികയാണ്. നിലവിൽ 2026 മാർച്ച് 31 വരെ ആധാർ കാർഡ് മാത്രം ഉപയോഗിച്ച് പാൻ കാർഡിന് അപേക്ഷിക്കാനുള്ള സൗകര്യമുണ്ട്. എന്നാൽ ഏപ്രിൽ 1 മുതൽ ഈ ലളിതമായ പ്രക്രിയ അവസാനിക്കുന്നതാണ്. പുതിയ അപേക്ഷകർ ആധാർ കാർഡിനൊപ്പം അധിക തിരിച്ചറിയൽ രേഖകൾ കൂടി സമർപ്പിക്കേണ്ടി വരുമെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. സമയപരിധി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കൂടുതൽ സങ്കീർണമായ നടപടികൾ ഒഴിവാക്കാൻ മാർച്ച് 31-നകം അപേക്ഷിക്കാൻ അധികൃതർ നിർദ്ദേശിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.